Good evening, sir. Good evening. Good evening. Good evening, sir. We were discussing the concept of limitation of liability, and were examining the provisions of the 1976 International Convention, which dealt with the creation of a limitation fund. We saw that the practical method of exercising the right to limit, which exists in a ship owner, is through the creation of a fund. We have already seen the methods of or the manner of creation of the fund and how the fund is to be dealt with. We have also seen Article 11 of the Convention, which envisages that there can be a single fund for all the claims that might arise with respect to an incident, and the liability of the ship owner or the person who is liable for the amounts, together with interest, will be payable from the fund so created. And that fund will be only for the purpose of, or that fund can be used only for the purpose of meeting the liabilities for which that fund has been created. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അത് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ, അതായത് വി ഹാവ് സീൻ ദാറ്റ് ദ ഫണ്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ഡെപ്പോസിറ്റിംഗ് ദി എമൗണ്ട് ഇൻ ദ കോർട്ട്. കോർട്ട് തന്നെ ആവണം എന്ന് നിർബന്ധം പറയുന്നില്ല കൺവെൻഷനിൽ. കൺവെൻഷൻ പല രാജ്യങ്ങളിലും പല നിയമങ്ങളായിരിക്കാം, പല പ്രൊസീജിയർ ആയിരിക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ അത് ഹൈക്കോടതിയിൽ കെട്ടിവെക്കണം എന്നാണ് പറയുന്നത്. ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഫണ്ട് നമ്മുടെ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിന്റെ കീഴിൽ കെട്ടിവെച്ച് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ആ അവകാശം ഷിപ്പ് ഓണർക്ക് ഉപയോഗിക്കാവുന്നത് ഹൈക്കോടതി വഴിയാണ്. അതാണ് നമ്മുടെ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 പറയുന്നത്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് അത് ഏത് അതോറിറ്റിയുടെ മുമ്പിലാണോ അവിടെ ആവാം, കോടതിയിലും ആവാം. അത് ഏത് രീതിയിലാവണം എന്നുള്ളതിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഗ്യാരണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടാവാം. ആ രാജ്യത്തിലെ അതാത് രാജ്യത്തിലെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ. അവിടെ കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ട്. ടു വാട്ട് എക്സ്റ്റെന്റ് ദി ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ലിമിറ്റേഷൻ ഫണ്ട് സെറ്റപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ടോ, അതോ ഇൻഷുറൻസ് പോളിസി പ്രകാരമുള്ള സംഖ്യ കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു ഫണ്ട് സെറ്റപ്പ് ചെയ്യാനുള്ളത് അവകാശം ആ ഓണർക്ക് അല്ല എങ്കിൽ whoever is entitled to limit, അയാൾക്ക് മാത്രമേ ഉള്ളൂ. എത്രയായിരിക്കണം ആ സംഖ്യ? അതിനൊരു മിനിമം ലിമിറ്റ്സ് പാടുമോ? ആ മിനിമം ലിമിറ്റ്സ് അറൈവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വി ഡോണ്ട് നോ ഹൗ മെനി ക്ലെയിംസ് മൈറ്റ് കം ഓർ വാട്ട് വുഡ് ബി ദി എമൗണ്ട് ഓഫ് ഈച്ച് ക്ലെയിം. അപ്പോൾ അത് കോടതി തീരുമാനിക്കാമെന്നും, അല്ലെങ്കിൽ ആരാണ് കോമ്പറ്റന്റ് അതോറിറ്റി എന്ന് വെച്ചാൽ ആ ഫണ്ട് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കാം. പിന്നെ ആ ഫണ്ടിൽ നിന്ന് എങ്ങനെ വേണം എമൗണ്ട്സ് കൊടുക്കേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ. ഒരു ഫണ്ടും കെട്ടിവെച്ചു, അതിൽ ഓരോരുത്തർ വന്ന് പൈസ ഇഷ്ടമുള്ള പോലെ വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളതല്ലല്ലോ. സോ ദർ ഹാസ് ടു ബി സം കൈൻഡ് ഓഫ് എ പ്രൊസീജിയർ ഫോർ ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് എമൗണ്ട്സ് ഫ്രം ദാറ്റ് ഫണ്ട്. അതെങ്ങനെ വേണം എന്നുള്ളത് അതാത് രാജ്യങ്ങളിലെ നിയമത്തിന്റെ കീഴിൽ തീരുമാനിക്കാം എന്ന് പറയുന്നത്.
ഇത്രയാണ് നമ്മൾ കണ്ടത്. Let us go to the slides now and continue. I hope you can see. ആർട്ടിക്കിൾ 12ലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. Let us continue from there. ആർട്ടിക്കിൾ 12 പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. വിത്തൗട്ട് any explanation, നമുക്കറിയാം, it shall be distributed amongst the claimants in proportion to their established claims against the fund എന്നാണ് പറയുന്നത്. അത് ഓർമ്മ വേണം. എസ്റ്റാബ്ലിഷ്ഡ് ക്ലെയിം ആണ്, അല്ലാതെ വെറുതെ അവര് ഉന്നയിച്ച എമൗണ്ടിന്റെ കാര്യത്തിലല്ല. അപ്പൊ ആ ഒരൊറ്റ വാക്കില് the procedure, the trial, the kind of evidence that has to be produced എല്ലാം ഉൾക്കൊണ്ടും. അതുകൊണ്ട് ആ എസ്റ്റാബ്ലിഷ്ഡ് ക്ലെയിം എന്നുള്ള വാക്കിന്റെ മുകളിൽ കുറെ കേസുകളൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇറ്റ്? എൻ്റെ കാർഗോ അല്ലെങ്കിൽ എനിക്ക് ഈ ഷിപ്പ് വഴി ഒരു നാശനഷ്ടം ഉണ്ടായി എന്ന് ഞാൻ ക്ലെയിം ചെയ്ത് കോടതിയിൽ പോകുമ്പോൾ ശരിയാണ്, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഷിപ്പ് ഓണർ സെറ്റ്സ് അപ്പ് എ ലിമിറ്റേഷൻ ഫണ്ട്. Merely because I have raised a claim, can any amounts be paid to me? Interim പേയ്മെന്റിന് വകുപ്പുണ്ടോ? ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് വരുന്ന ഇഷ്യൂസ് ആണ്. കാരണം they might ask for an interim payment. If I have prima facie established an amount or a loss, then am I not entitled to an interim payment? Especially to tide over the financial difficulties that I may be experiencing because of the loss that I have suffered out of the incident. അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുമ്പോൾ the method of establishing, the kind of proof, the amount of loss that I have suffered, അതെല്ലാം വരും. അപ്പോൾ ഇൻ പ്രൊപ്പോർഷൻ എന്നാ പറഞ്ഞത്, അതും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് അവിടെ. നഷ്ടപ്പെട്ടത് മുഴുവൻ തരാന്നല്ല പറഞ്ഞിട്ടുള്ളത്. എനിക്ക് 10 ലക്ഷം രൂപ നഷ്ടം വന്നു. ഷിപ്പ് ഓണർ ഇസ് ബൗണ്ട് ടു പേ മീ an amount. Of course, he is not bound to give me 10 lakhs. He is entitled to limit. Similar claims are there from others also. എന്തായിരിക്കണം എനിക്ക് കിട്ടേണ്ടുന്ന എമൗണ്ടിന്റെ പ്രൊപ്പോർഷൻ? അതെല്ലാ ക്ലെയിംസും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമല്ലേ കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഓരോരുത്തരുടെയും മുഴുവൻ ക്ലെയിംസും തരാനുള്ള സംഖ്യ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിരുന്നു വരില്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. 100 കോടിയാണ് നഷ്ടം വന്നതെങ്കിൽ ഷിപ്പ് ഓണർ is entitled to limit it based on the tonnage of the vessel, which is 75 lakhs. And 75 lakhs is he deposits. അപ്പോൾ ഈ 75 lakhs എന്ന് വേണം ഈ 100 കോടിയുടെ നഷ്ടം മീറ്റ് ചെയ്യാനായിട്ട്. അവിടെയാണ് ഈ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന വാക്കിന്റെ പ്രസക്തി വരുന്നത്. സോ റിമെമ്പർ ദീസ് വേർഡ്സ്: limitation of liability envisages creation of a fund, and the distribution of that fund will be 1 among the claimants, 2 it will be in proportion to their claims, and 3 it has to be, or the claim has to be established. Then comes the question of subrogation. Subrogation നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും. I don't know whether ഇൻഷുറൻസിലാണ് സാധാരണ ഈ സബ്രോഗേഷനെ പറ്റി വരിക.
Let us read that provision and then we will explain. If before the fund is distributed, the person liable or his insurer has settled a claim against the fund, such person shall, up to the amount he has paid, acquire by subrogation the rights which the person so compensated would have enjoyed under this convention. വളരെ പ്രധാനപ്പെട്ടതും ഇൻഷുറൻസിന്റെ ആസ്പെക്റ്റിൽ പ്രസക്തമായിട്ടുള്ള ഒരു പ്രൊവിഷനുമാണ്. പ്രാക്ടിക്കൽ റെലവൻസ് ഉള്ളതാണ്. മിക്കവാറും അങ്ങനെയാണത് പോവുക. പ്രാക്ടിക്കലി ദിസ് ഈസ് ഹൗ ഇറ്റ് ഫങ്ഷൻസ്. ചിലപ്പോൾ ഈ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഉദാഹരണമായിട്ട് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്ന് വിചാരിക്കാം. ഷിപ്പിനൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. And that insurance company pays off the liability. Then, to the extent of such amount paid, he will not pay in its entirety. Limitation of liability പ്രകാരം എത്ര രൂപ കൊടുക്കാണ്ടെന്നുള്ളത് നോക്കിയിട്ട് അത്രയ്ക്ക് തന്നെ കൊടുക്കാനും സാധ്യതയുള്ളൂ. അങ്ങനെ കൊടുത്തു തീർത്തിട്ടുണ്ട് എങ്കിൽ ആ കൊടുത്ത ആള് മിക്കവാറും അത് ഇൻഷുറർ ആയിരിക്കും. ലയബിൾ ആയിട്ടുള്ള പേഴ്സൺ ലിമിറ്റേഷൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് പൈസ കൊടുത്തു തീർക്കാനുള്ള സാധ്യത കുറവാണ്. അയാൾക്ക് ഒരു അവകാശമുള്ള സ്ഥിതിക്ക് ഹി വിൽ ബി സെറ്റിംഗ് അപ്പ് എ ലിമിറ്റേഷൻ ഫണ്ട്. സബ്രഗേഷനുള്ള അവകാശമുണ്ട് എന്നുള്ളതേ നിങ്ങൾ ഈ ക്ലോസിൽ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. അറ്റ്ലീസ്റ്റ് അത്രയും നിങ്ങൾക്കൊരു ലിമിറ്റഡ് പർപ്പസ് വരുന്നുള്ളൂ. വാട്ട് ഇസ് ദ റൈറ്റ് ഓഫ് സബ്രഗേഷൻ? Subrogation is a right whereby, in the case of insurance law, the insurer steps into the shoe of the assured or the insured and gets all the rights that the assured or the insured would have against the person liable. ഇൻഷുറൻസ് കമ്പനിക്ക് ഇത് എവിടെന്നെങ്കിലും വസൂലാക്കട്ടെ. ഇൻഷുറൻസ് സബ്രഗേഷന്റെ ഒരു അടിസ്ഥാനപരമായ തത്വം അതാണ്. ആ വാക്ക് ഓർമ്മ വയ്ക്കാം, സബ്രഗേഷൻ. എന്താണ് അതിന്റെ ഉദ്ദേശം? When an insurer pays under a policy, under an insurance cover, അതോടുകൂടിയിട്ട് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച കൊണ്ടാണോ ആ നഷ്ടമുണ്ടായത്, അയാൾക്കെതിരെ ആരും പ്രൊസീഡ് ചെയ്യില്ല എന്നുള്ള നിലയ്ക്കല്ല കാര്യങ്ങൾ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, if there is a breach, the person who committed the breach should be made liable. അതിനേക്കാൾ ഉപരിയായിട്ട് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണ് സബ്രഗേഷൻ. The right or the power of right of subrogation, or the power to exercise the subrogated rights by the person who indemnified the person who suffered the loss. Acquire by subrogation the rights which the person so compensated would have enjoyed under this convention. ഇത് മനസ്സിലാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, കൊച്ചിയിൽ നിന്നൊരു കാർഗോ കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയി അമേരിക്കയിലേക്ക്. The cargo was insured with an insurance company in Kochi. The cargo was lost during transit. Obviously, കാർഗോവിൻ്റെ ഉടമസ്ഥന് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം, ഞാൻ ഇൻഷുർ ചെയ്തിട്ടുള്ള കാർഗോ ആണ്, നിങ്ങളുടെ അടുത്താണ് ഇൻഷുർ ചെയ്തത്, അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവ് ഇതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻഷുറൻസ് പോളിസി ഇൻവോക്ക് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ പ്രീമിയം ഒക്കെ അടച്ചിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾ എനിക്ക് ആ ഇൻഷുറൻസ് പ്രകാരം കിട്ടാനുള്ള സംഖ്യ തരണം. സാധാരണ അതിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ. സോ ദ ഇൻഷുറൻസ് കമ്പനി pays whom? Pays the insured. And at the time of making such payment, insurance company requires the insured to execute a letter of subrogation. എനിക്കുള്ള എല്ലാ അവകാശങ്ങളും, എനിക്ക് ആർക്കെതിരെയുള്ള അവകാശങ്ങൾ? കാരിയർക്കെതിരെ, ഷിപ്പ് ഓണർക്കെതിരെ.
കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ കോൺട്രാക്ട് ഞാൻ ആരായിട്ടാണോ എൻട്രി ചെയ്തിട്ടുള്ളത് അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച കൊണ്ടാണ് ഈ കാർഗോ നഷ്ടപ്പെട്ടതെങ്കിൽ അയാൾക്കെതിരെ എനിക്കുള്ള എല്ലാ അവകാശങ്ങളും ഞാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ലെറ്റർ ഓഫ് സബ്രോഗേഷൻ വഴി കൈമാറും. സോ ദ ഇൻഷുറൻസ് കമ്പനി ക്യാൻ thereafter initiate the action against the ship owner, even though the insurance company is not privy to the contract of carriage. അപ്പോൾ ആ സമയത്ത് ഷിപ്പ് ഓണർ വന്നിട്ട് ഇൻഷുറൻസ് കമ്പനി നിങ്ങളെ എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളാരാണ്, നിങ്ങളുമായിട്ട് ഞാനൊരു കോൺട്രാക്ട് ഇല്ലല്ലോ, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? there is a letter of subrogation whereby ആ കാർഗോയിന്റെ ഉടമസ്ഥന്റെ ഷൂസിലേക്ക് ഇൻഷുറൻസ് കമ്പനി കയറി നിൽക്കുകയാണ്. സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി ഇൻഷുർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. ആ ഷൂസിലേക്ക് കയറി നിന്ന് ആ ഷൂസിൽ ഫിറ്റ് ആവുന്ന റൈറ്റ്സ് എക്സസൈസ് ചെയ്യാം, അല്ലാതെ വേറെ ഒന്നും എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. all those rights which the insured had can be exercised by the insurance company. അതിനെ സംബന്ധിച്ച് കുറെ കേസുകളൊക്കെ ഉണ്ട്. സബ്രോഗേഷനിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ, എസ്പെഷ്യലി ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി പഠിക്കുമ്പോൾ. സബ്രോഗേഷനിൽ വരാവുന്ന ഒരൊറ്റ ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതാണ്, പ്രൊസീജിയറലി പ്രാക്ടിക്കലി അഭിഭാഷകർ എന്നുള്ള നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഫാക്ട്സും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ആർക്കായിരിക്കും? ആ കാർഗോ ഷിപ്പിൽ ഏൽപ്പിച്ച ആൾക്കായിരിക്കും. ഇൻഷുറൻസ് കമ്പനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ isn't it necessary that in the litigation proceedings അയാളെ കൂടി പാർട്ടിയാക്കണം? അപ്പൊ ഫസ്റ്റ് പ്ലെയിൻറ്റിഫ് നമ്മളൊരു സൂട്ടായിട്ട് സബ് കോടതിയിൽ, എറണാകുളം സബ് കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്യാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്ന അന്യായക്കാരൻ ഇൻഷുറൻസ് കമ്പനിയും, അതിൽ രണ്ടാമത്തെ അന്യായക്കാരനായിട്ട് ഈ വസ്തുവിന്റെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിലെ കാർഗോയിന്റെ ഉടമസ്ഥനെ പാർട്ടിയാക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഷിപ്പിംഗ് കമ്പനിക്കെതിരെ കേസ് കൊടുക്കേണ്ടത്. If the second plaintiff or the person who actually suffered the loss is not arrayed as a party, there are decisions of the High Court and the Supreme Court which would say that the subrogated litigation or the litigation which arises by way of subrogation is not complete and proper. കേസുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സബ്രോഗേഷൻ. അത്രേ. നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ആർട്ടിക്കിളാണ്. സത്യത്തിൽ ഈ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു അവകാശം ഷിപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗകര്യമാണ്. ബാർ ടു അതർ ആക്ഷൻസ്. എന്തിനാണ് ഈ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്ന റൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് എന്തിനാണ് ഈ ഷിപ്പ് ഓണർക്ക് കൊടുത്തിട്ടുള്ളത്? ഇറ്റ് ഈസ് എസെൻഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ഹിസ് ഇൻട്രസ്റ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഹിസ് ബിസിനസ് ഗോസ് ഓൺ uninterruptedly. അതാണ്. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് കൺവീനിയൻസ് എന്ന് നമ്മൾ പറഞ്ഞു. കൺവീനിയൻസ് ആരുടെ കൺവീനിയൻസ്? ഷിപ്പ് ഓണറുടെ കൺവീനിയൻസ്. സോ ലിമിറ്റേഷന്റെ അടിസ്ഥാനപരമായിട്ടൊരു റിക്വയർമെന്റ് ആയ ദി പ്രൊട്ടക്ഷൻ ഓഫ് the amounts that he may have to pay എന്നുള്ളതിന്റെ കൂടെ ഒരു ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഇൻസിഡന്റ് അല്ലെ ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം വരുമ്പോൾ there would be very many number of claims against him and other properties of the ship owner might get proceeded against. ഒരു ഉദാഹരണം പറയാം. കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയ കാർഗോയിന്റെ കാര്യത്തിൽ the cargo is lost and നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ I am proceeding against the ship owner. ഷിപ്പ് ഓണറുടെ പ്രോപ്പർട്ടീസ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അയാളുടെ മറ്റ് കപ്പലുകൾ
അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി മറ്റു പല രാജ്യങ്ങളിലും കാണും. ഇപ്പൊ ഷിപ്പ് മുങ്ങിയിട്ടാണ് ഈ നഷ്ടം ഉണ്ടായത് എങ്കിൽ ഈ ഷിപ്പിൽ കാർഗോ ക്യാരി ചെയ്ത 100 കണക്കിന് ആൾക്കാര് ഈ പറയുന്ന ഷിപ്പ് ഓണറുടെ പല 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 ഷിപ്പുകളും പ്രോപ്പർട്ടികളും ലോകത്ത് പല ഭാഗത്തും ഉള്ളത് എല്ലാം കയറി അറസ്റ്റ് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും പോയാൽ ഷിപ്പ് ഓണറുടെ ആക്ടിവിറ്റീസ്, ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, ബിസിനസ് ആക്ടിവിറ്റീസ് ആകെ താറുമാറിലായി. സോ ദിസ് പ്രൊവിഷൻ സേസ് that once a fund has been constituted, there is a prohibition against moving against the properties of other properties of the ship owner. You can only proceed against this fund. Where a limitation fund has been constituted in accordance with Article 11, any person having a claim against the fund shall be barred from exercising any right in respect of such claim against any other assets of a person by or on behalf of whom the fund has been constituted. ചുരുക്കി പറഞ്ഞാൽ ഈ ഫണ്ടിനെതിരെ പ്രൊസീഡും ചെയ്യാം. അപ്പൊ ഫണ്ടിന്റെ ഉദ്ദേശം എന്താണ്? ആർക്കെല്ലാമാണോ നഷ്ടമുണ്ടായിട്ടുള്ളത് അയാൾക്ക് ഈ ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫണ്ടിൽ വന്നിട്ട്, ഷിപ്പ് ഓണർ ക്രിയേറ്റ് ചെയ്ത ഫണ്ടിൽ വന്ന് ആ 10 ലക്ഷം രൂപ എനിക്ക് നഷ്ടമുണ്ടായി, അത് എനിക്ക് വസൂലാക്കണം പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറയാം. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ ഞാൻ ആ ഷിപ്പും അറസ്റ്റ് ചെയ്യുന്നു, ഈ ഷിപ്പിംഗ് കമ്പനിയുടെ ഹെഡ് ഓഫീസും അറസ്റ്റ് ചെയ്യുന്നു. ഷിപ്പിംഗ് കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന മേശയും കസേരയും പ്രോപ്പർട്ടിയും അറ്റാച്ചബിൾ പ്രോപ്പർട്ടീസ് എല്ലാം അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ ഇയാളെ ആകെ വളഞ്ഞിട്ട് മുറുക്കുന്ന ഒരു ഏർപ്പാട് പറ്റില്ല. That is specifically prohibited. എന്തുകൊണ്ടാണ് അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? Because that is not something that is in the interest of the shipping business, and there is no reason for you to do that, because your amounts are secured by the fund. നിയമപ്രകാരം നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുള്ള ആ പൈസ ഈ ഫണ്ട് പ്രകാരം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇയാളെ ഉപദ്രവിക്കാനായിട്ട്, ഷിപ്പ് ഓണറെ ഉപദ്രവിക്കുന്നതിന് ഇതേ സംഗതിയെ സംബന്ധിച്ച്, അതുകൊണ്ടാണ് അവർ പറയുന്നത് എനി പേഴ്സൺ ഹാവിംഗ് മെയ്ഡ് എ ക്ലെയിം അഗൈൻസ്റ്റ് ദ ഫണ്ട്. അപ്പൊ ആ ഫണ്ടില് ഒരു ക്ലെയിം റൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം he cannot proceed against or exercise any right in respect of such claim. അതേ ക്ലെയിമിന്റെ കാര്യം, വേറെ വല്ല ക്ലെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പ് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും തെറ്റില്ല. ഇപ്പൊ ഇതേ സംഗതിയെ പറ്റി നിങ്ങൾ ഏത് സംഗതിയെ പറ്റിയാണോ ലിമിറ്റേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതേ സംഗതിക്ക് വേണ്ടി നിങ്ങൾ ഷിപ്പ് ഓണറുടെ, നമ്മളിപ്പോ ഷിപ്പ് ഓണർ എന്നൊരു എക്സാമ്പിൾ ആയിട്ട് പറയണു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവരോട് പറയണ എന്താ? Of a person by or on behalf of whom the fund has been constituted എന്നുള്ള. അതൊക്കെ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുന്ന വാക്കുകളാണ് കേട്ടോ കൺവെൻഷനിൽ. കാരണം അതൊക്കെ ഈ ട്രേഡ് പ്രാക്ടീസ് കണക്കിലെടുത്തോണ്ടാ പറഞ്ഞേ. എന്തുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഷിപ്പ് ഓണർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഷിപ്പ് ഓണറിന് മാത്രം കാര്യത്തിലല്ല ലിമിറ്റേഷൻ ഫണ്ട് എന്ന് നമുക്കറിയാം. ഷിപ്പ് ഓണറെ പോലെ തന്നെ ചാർട്ടർ വരും, സബ് ചാർട്ടർ വരും, മാനേജർ വരും എന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോരാതെ കണ്ട് നമ്മൾ നേരത്തെ കണ്ടു ഇൻഷുററും വരും. ഓർ ഓൺ ബിഹാഫ് ഓഫ് ഹും ദ ഫണ്ട് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണോ ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരുടെ പേരിലാണോ, ആരുടെ ലയബിലിറ്റിയെ സംബന്ധിച്ചിട്ടാണോ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അയാളുടെ വസ്തുക്കൾക്കെതിരെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഇതൊക്കെ വലിയ തർക്കങ്ങളൊക്കെ പ്രാക്ടിക്കൽ ഇതിൽ വരും. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഈ ഷിപ്പുകള് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 5 കപ്പലുകൾ ഉണ്ടെങ്കിൽ ഈ ഓരോ കപ്പലും ഓരോ സെപ്പറേറ്റ് കമ്പനിയുടെ കീഴിലായിരിക്കും സിംഗിൾ ഷിപ്പ് ഓണിംഗ് കമ്പനീസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഒരു കപ്പലിൽ നിന്നുണ്ടാകുന്ന ലയബിലിറ്റി മറ്റേ കപ്പലിലേക്ക് വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് സിംഗിൾ ഷിപ്പ് ഓണിംഗ് കമ്പനീസ്. അങ്ങനെയൊക്കെയുള്ള പ്രൊട്ടക്ഷൻസ് ഷിപ്പ് ഓണേഴ്സ് എടുക്കും. അതൊരു necessary ആയിട്ടുള്ള, because in view of the fact that they will be exposed to huge levels of liability if such steps are not taken എന്നുള്ളതുകൊണ്ട്. And they may also engage insurers to underwriters എന്ന് പറയും. അത് നമ്മളിപ്പോ ഇൻഷുറർ എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ ചിലപ്പോൾ കിട്ടില്ല. അണ്ടർ റൈറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഷിപ്പിങ്ങിലെ
ഇൻഷുറൻസ് നടത്തുന്ന ഇൻഷുറൻസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നവരെ നമ്മൾ അണ്ടർ റൈറ്റർ എന്ന് പറയും. അത് വളരെ പഴയ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടില് പ്രാക്ടീസ് ലോയിഡ്സ് അണ്ടർ റൈറ്റേഴ്സ് അതൊക്കെ ഒന്ന് നെറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ റൈറ്റിംഗ് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. A slip used to be circulated among the underwriters, and each underwriter would mention the amount of coverage that they are ready to give, and one underwriter would write under the limit prescribed by the other. അതിൽ നിന്നൊക്കെയാണ് ഈ അണ്ടർ റൈറ്റിംഗ് എന്നുള്ളത് വരുന്നതും. അണ്ടർ റൈറ്റർ എന്നും ഇൻഷുറർ, ജനറലി ഇൻഷുറർ ആണ്. You will learn about it in marine insurance. Anyway, so this is a bar to other actions is some important aspect, because that is one of the very important objectives or one of the important privileges that flows out of the concept of limitation of liability. Now, it further says, once the limitation fund has been constituted, any ship or other property belonging to a person on behalf of whom the fund has been constituted, which has been arrested or attached within the jurisdiction of a state party for a claim which may be raised against the fund or a security given, may be released by the order of the court or other competent authority of such state. However, such release shall always be ordered if the fund has been constituted. A. At the port where the occurrence took place, or if it took place out of the port at the first port of call thereafter, or B. At the port of disembarkation in respect of the loss in the claim for loss or life or personal injury, or at the port of discharge in respect of damage to the cargo, or in the state where the arrest is made. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ഒരു കൊറോളറിയാണത്. നേരത്തെ നമ്മൾ പറഞ്ഞത് there is a bar എന്നുള്ള നിലയ്ക്കാണ് അല്ലേ? ലിമിറ്റേഷൻ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പ്രോപ്പർട്ടിക്കെതിരെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ അത് ലിമിറ്റേഷൻ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആ സമയത്ത് ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത് സാധാരണ എങ്ങനെയാണ് തുടങ്ങുക? ഒരു ഷിപ്പ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് then they come, the ship owner comes and says that ഞാൻ ലിമിറ്റേഷൻ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, so there is no need to arrest my vessel, my vessel may be permitted to sail out എന്ന് പറയും. അപ്പൊ അതിന് അങ്ങനെ ഒരു വാദം ഷിപ്പ് ഓണർക്ക് ഉന്നയിക്കാൻ സാധ്യതകൾ നൽകുന്ന ഒരു പ്രൊവിഷനാണ് ഇപ്പൊ ഈ കാണുന്നത്. ലിമിറ്റേഷൻ ഇതിപ്പോ എത്രയേ ഉള്ളൂ, അതിന് വലിയ കോംപ്ലിക്കേഷൻ, വായിക്കാൻ നേരത്തെ ഒരു കോംപ്ലിക്കേഷൻ തോന്നുന്നെങ്കിലും അതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലിമിറ്റേഷൻ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ? ഷിപ്പ് ഓണറോ ഷിപ്പ് ഓണർക്ക് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയോ ആരായാലും, വൺസ് ഇറ്റ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ആ പർപ്പസിന് വേണ്ടി എന്തെങ്കിലും അറസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഷിപ്പിന്റെ അറസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷിപ്പ് ഓണറുടെ മറ്റു വല്ല പ്രോപ്പർട്ടിയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കോടതി റിലീസ് ചെയ്യണം എന്ന് കൺവെൻഷനിൽ പറഞ്ഞിരിക്കുകയാണ്. കോർട്ട് ഓർ ദ കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന് പറയാൻ കാരണം ഓരോ രാജ്യത്ത് ഓരോ നിയമമായിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ അതിനെപ്പറ്റി ഈ ഒരു കാര്യത്തെ പറ്റി സ്പെസിഫിക് പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിലേക്ക് വരാൻ നേരത്ത് നമുക്കത് നോക്കാം. There is a specific provision which says that how it is to be released by the High Court. ഇന്ത്യയിലെ ഹൈക്കോടതിയാണല്ലോ. ഇനി അത് എങ്ങനെ വേണം, എവിടെ ചെയ്യണം, എവിടെയാണ് ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരാൻ നേരത്താണ് such release shall always be ordered if the limitation fund has been constituted. ഇപ്പൊ പല പ്രശ്നങ്ങളും വരും ഇപ്പൊ അതിൻ്റെ അകത്ത്. കാരണം ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജപ്പാനിലാണ്, എമൗണ്ട് കിട്ടേണ്ട ആൾക്കാര് കൊച്ചിയിലാണ്. അങ്ങനെ ചെയ്യാമോ? കൊച്ചിക്കാരന് ഒരിക്കലും ജപ്പാനിലുള്ള ഫണ്ട് റിയലൈസ് ചെയ്തെടുക്കുന്നതിലൊക്കെയുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതിനാൽ ഷിപ്പ് ഓണർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാവണമെന്നില്ല, ബിക്കോസ് ദ ഷിപ്പിംഗ് കമ്പനി മേ ബി ബേസ്ഡ് ഇൻ ജപ്പാൻ. സോ ഇൻ സച്ച് കേസസ്, so as to protect the interests of those persons who are entitled to the amounts due from the fund,
and also to ensure that the release is effected immediately upon the ship owner satisfying the requirement of creating the fund. This provision has been incorporated, which says there shall always be a release of the arrest of the vessel or the property if the limitation fund has been constituted at the port where the occurrence took place. നാശനഷ്ടത്തിന് ഉദയാകുന്ന ഇൻസിഡന്റ് തീപിടുത്തമാണെന്ന് വിചാരിക്കുക. അതുണ്ടായത് ഇന്ന പോർട്ടിലാണ്. ആ പോർട്ടിൽ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഷിപ്പിനെ അവിടെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. Or if it took place out of the port at the first port of call thereafter. തീപിടുത്തം എന്നുള്ളതിന് പകരം വേറൊരു എക്സാമ്പിൾ നമുക്ക് പിന്നെ കപ്പൽ പോകുന്ന പ്രശ്നം വരുന്നില്ല. I don't know whether you have noticed. Last day there was a big fire in one of the vessels of Maersk, leading to a great number of claims. I think the vessel was somewhere in South America. If I have the clip with you, I will share it with you in the WhatsApp group, just to show you an idea, give you an idea as to what kind of the enormity of the incident, or what kind of things that we are dealing with, or the sheer size of the subject matter that we are dealing with. Anyway, at the port of personal injury, life in a personal injury, അല്ലെങ്കിൽ ലൈഫിന് പറ്റിയ മരണം അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഇഞ്ചുറി എല്ലാം ആണെന്നുണ്ടെങ്കിൽ, then at the place where the disembarkation is made. പ്രോപ്പർട്ടിക്ക് പറ്റിയ കാർഗോ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ at the port where the property was discharged, or in cases where a ship has been arrested, obviously in the state where the ship has been made. So that much from rule 3 വലിയ പ്രസക്തമല്ല. അപ്പോൾ ആർട്ടിക്കിൾ 13 നമ്മൾ കാണുന്നത് ഈ ലിമിറ്റേഷൻ ഫണ്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഷിപ്പ് ഓണറുടെ താല്പര്യങ്ങൾ, മറ്റു താല്പര്യങ്ങൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങളാണ്. അയാളുടെ പ്രോപ്പർട്ടിക്കെതിരെ പ്രൊസീഡ് ചെയ്യും. കാരണം ലിമിറ്റേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ there is no cause or reason to further disturb the ship owner by attaching his properties or arresting his vessel or indulging in such types of coercive steps against the ship owner. ഇനി നമുക്ക് ആർട്ടിക്കിൾ 14 നോക്കാം. അത് ഗവേണിംഗ് ലോ. താരതമ്യേന സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊവിഷനാണത്. പക്ഷെ എന്നിരുന്നാലും when it comes to the practical aspects, it would have substantial relevance. The governing law എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഈ സാധാരണ എല്ലാ കോൺട്രാക്റ്റിലും ഒരു ലോ ആൻഡ് ജൂറിസ്ഡിക്ഷൻ ക്ലോസ് എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ടാവും, അല്ലെ? നമ്മൾ സാധാരണ ഏത് കോൺട്രാക്ട് എടുത്തില്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അവസാന കോൺട്രാക്ടിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരാൻ നേരത്ത് ലോ ആൻഡ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ആർബിട്രേഷൻ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ടാവും. നിങ്ങൾ ഏത് കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് കാണും. സാധാരണഗതി കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ചേർക്കുന്ന രണ്ട് പ്രൊവിഷൻസ് ആണ്. അല്ലാണ്ട് അതിലേക്ക് വലിയ മനസ്സ് അപ്ലൈ ചെയ്യലോ ഒന്നും ഉണ്ടാവാറില്ല. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ചേർക്കും. സത്യത്തിൽ വളരെയധികം ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ക്ലോസ് ആണ് ഈ ഗവേണിംഗ് അല്ലെങ്കിൽ ലോ ആൻഡ് ജൂറിസ്ഡിക്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പോ നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെ എഴുതി വെച്ചാലും ഏത് നിയമത്തിന്റെ കീഴിലാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ നിയമം നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെ, കോൺട്രാക്റ്റിൽ പാർട്ടീസ് പറഞ്ഞ കാര്യങ്ങളെ ഏത് തരത്തിൽ സമീപിക്കുന്നു, അതിന്റെ പ്രൊസീജറൽ റിക്വയർമെന്റ്സ് എന്താണ്, അത് ഏത് അർത്ഥത്തിലാണ് ഈ പറയുന്ന വാക്കുകൾ പാർട്ടീസ് തമ്മിലുള്ള ആ കോൺട്രാക്ട് എന്തിനുള്ള കോൺട്രാക്റ്റും ആയിക്കൊള്ളട്ടെ അത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ വലിയ പ്രധാനമാണ്. കാരണം ഈ കോൺട്രാക്ട് നിയമത്തിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് അത് ഏത് നിയമത്തിന്റെ കീഴിൽ പരിശോധിക്കപ്പെടുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും, അല്ലേ? അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് അത്. ഇപ്പോ ഇന്ത്യയിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിപ്പോ ഒരു ഇന്റർനാഷണൽ ട്രേഡ് കോൺട്രാക്ട് ആണെങ്കിൽ
അക്രോസ് ദ ബോർഡേഴ്സ് പോകേണ്ട ഒരു കോൺട്രാക്റ്റ് ആണ് എങ്കിൽ അതിൽ റഷ്യൻ നിയമം അല്ലെങ്കിൽ റഷ്യൻ കോടതികൾ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ തിരക്കേടൊന്നുമില്ല, ആവാം. പ്രൊവൈഡഡ് പാർട്ടീസ് നോ വേർ ദേ സ്റ്റാൻഡ് അണ്ടർ ദാറ്റ് ലോ. അതല്ലാതെ മെക്കാനിക്കലി നമ്മൾ ഇതാണ്ട് എഴുതി ചേർത്താൽ തർക്കം വന്ന് പിന്നീട് കോടതിയിൽ പോകേണ്ടുന്ന സിറ്റുവേഷൻ ആകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഈ മുകളിൽ എഴുതിയ പല കാര്യങ്ങളും ഈ പറയുന്ന നിയമത്തിന്റെ കീഴിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് അവിടുത്തെ നിയമം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അപ്പോൾ മനസ്സിലാവും. Then it would be too late because you have already agreed to a particular law and lawയും jurisdiction വ്യത്യസ്തമാണ്. കാരണം അതിന് കുറെ കേസുകളൊക്കെ പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ വരുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, അതിൽ വരുന്ന ആസ്പെക്ട്സ് ആണ് പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ. നിങ്ങൾക്ക് പബ്ലിക് ഇന്റർനാഷണൽ ലോ പേപ്പർ ഉണ്ടെന്ന് തോന്നുന്നു, പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ ഉണ്ടോ എന്ന് അറിയില്ല. It's a very complex and complicated branch of law which has nothing much to do about international law except for the fact that there are issues concerning more than one jurisdiction involved in it. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്റർനാഷണൽ ലോ രാജ്യങ്ങൾ, രാജ്യാന്തര സംഘടനകൾ മുതലായിട്ടുള്ളതല്ല പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോയുടെ സബ്ജക്ട് മാറ്റർ. അതിൽ പലപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കല്യാണം, അല്ലെങ്കിൽ അവരുടെ സക്സഷൻ, അവരുടെ പിന്തുടർച്ച അവകാശം മുതലായ ആസ്പെക്ട് മുതൽ ഈ പറയുന്ന ഷിപ്പിങ്ങിലെ കോൺട്രാക്ച്വൽ ലയബിലിറ്റീസും ഒക്കെ ഈ പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോയുടെ താല്പര്യങ്ങളിൽ പെടും. എനിവേ, so the governing law, it says that subject to the provisions of this chapter, the rules relating to the constitution and distribution of a limitation fund and all rules of procedure in connection with therewith shall be governed by the law of the state party in which the fund is constituted. ഇതിൽ അത്ര വലിയ കോംപ്ലിക്കേഷൻസ് വരുന്നില്ല. അപ്പൊ ഫണ്ട് എവിടെയാണോ ക്രിയേറ്റ് ചെയ്തത് ആ സ്ഥലത്തെ നിയമങ്ങളായിരിക്കും ആ ഫണ്ട് എങ്ങനെ ക്രിയേറ്റ്. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 നേരത്തെ പറഞ്ഞ പോലെ ചാപ്റ്റർ 10A ആണെന്നാണ് എൻ്റെ ഓർമ്മ. 14A ആണ്. അതിൽ പറയുന്നുണ്ട് ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റിയെ പറ്റി. 1976 കൺവെൻഷൻ ഇന്ത്യയിലേക്ക് അപ്ലിക്കബിൾ ആക്കിക്കൊണ്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് നോക്കാം. We have time. So that is regarding the governing law. നമ്മുടെ ഈ 1976 കൺവെൻഷൻ, ഞാൻ ഐ ഹവ് ജസ്റ്റ് ടേക്കൺ ഔട്ട് ദ റെലവന്റ് പ്രൊവിഷൻസ് അല്ലോ. നമ്മൾ അതിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കാനുള്ള പ്രൊവിഷൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് 76 കൺവെൻഷൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. There is a protocol whereby the compensation payable, നമ്മൾ നേരത്തെ വായിച്ച ആ ഒരു പ്രൊവിഷൻസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു പ്രോട്ടോകോളിനെ പറ്റി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വി നീഡ് നോട്ട് ഗോ ഇൻ ടു ഇറ്റ്. അതിനുശേഷവും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിവേ, ലെറ്റ് us look at some of the കേസസിലേക്ക് നമുക്ക് പിന്നെ വരാം. Let us look at the procedure in Admiralty Court when it comes to the question of exercise of limitation. Admiralty Court നമുക്കറിയാം അല്ലേ, നമ്മൾ അറസ്റ്റ് ഓഫ് ഷിപ്സ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഏരിയയാണ് അഡ്മിറാലിറ്റി കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്മിറാലിറ്റി കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷന്റെ നേച്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, അതായത് രാജ്യങ്ങളിലെ കോമ്പീറ്റന്റ് കോർട്ടിലാണ് ഈ ലിമിറ്റേഷൻ ഫണ്ട് സെറ്റപ്പ് ചെയ്യാന്ന് നമ്മൾ കണ്ടു. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ പ്രൊസീജിയർ? നമ്മളിപ്പോൾ തിയററ്റിക്കൽ ആസ്പെക്ട്സ് മാത്രമേ നമ്മൾ അവിടെ കണ്ടുള്ളൂ. വാട്ട് എക്സാക്ട്ലി ഈസ് ദി പ്രൊസീജറൽ മെത്തേഡ് with respect to limitation that is followed in the Admiralty courts? There are three ways of enforcing the right to limit. Limitation എന്ന് പറയുന്ന ഷിപ്പ് ഓണറുടെ അവകാശം മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് പ്രയോഗത്തിൽ വരുത്താം. ഏതൊക്കെയാണ്? The Admiralty practice directions provide that limitation may be relied upon by way of defense to a claim. ഷിപ്പ് ഓണറിൽ നിന്ന് 10 കോടി കിട്ടാനുണ്ട് എന്നൊരാള് ഒരു അന്യായം കൊടുത്താൽ ആ അന്യായത്തിനുള്ള ഒരു തടസ്സവാദം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ലിമിറ്റേഷൻ റേസ് ചെയ്യാം. ഇപ്പൊ കൊച്ചിയിലും എറണാകുളത്തും ഒക്കെ ഉള്ള ഈ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. ഷിപ്പിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്
നമ്മൾ അപ്പിയർ ചെയ്യുന്നതെങ്കിൽ അന്യായക്കാരൻ അന്യായം ഫയൽ ചെയ്യും. അതിൻ്റെ അകത്ത് ഇത്ര ലക്ഷം രൂപ നഷ്ടപരിഹാരം ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് വേണമെന്ന് പറയും. ഷിപ്പിംഗ് കമ്പനി ഒരു പത്രിക ഫയൽ ചെയ്യും. പത്രിക എന്നാണല്ലോ നമ്മൾ അതിന് പറയാം, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ആ പത്രികയിൽ നമ്മൾ അവസാന ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഒരു പാരഗ്രാഫിൽ പറയും, ഇതൊക്കെ എന്തൊക്കെയോ ആയിക്കോട്ടെ, ഈ മോളിൽ പറഞ്ഞത് എന്തെല്ലാം ആണെങ്കിലും എനിക്കൊരു അവകാശമുണ്ട്, ലിമിറ്റ് ചെയ്യാനുള്ള അവകാശം. അത് ആ ബിൽ ഓഫ് ലേഡിംഗ്, ഇവർ തമ്മിലുള്ള കരാർ നോക്കിയാൽ ബിൽ ഓഫ് ലേഡിംഗിൽ കാണാം ഒരു ക്ലോസ് ഉണ്ട്. ഷിപ്പ് ഓണർ ഈസ് എൻടൈറ്റിൽഡ് ടു ലിമിറ്റ് as per the stipulations of the limitation of liability convention in force എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് പ്രകാരം ഇയാൾ 10 ലക്ഷമാണ് 10 കോടിയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ തരേണ്ടുന്ന സംഖ്യ അതിൽ നിന്നൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ കോടതി അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് the court should limit. If the court finds that I am liable, ഞാൻ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് കോടതി കാണുകയാണെങ്കിൽ ഈ ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി കോടതി പരിഗണിച്ച് ഇറ്റ് ഷുഡ് ബി, ഞാൻ കൊടുക്കാനുള്ള സംഖ്യ ഈ ലിമിറ്റേഷൻ പ്രകാരം ഞാൻ എത്ര മാക്സിമം കൊടുക്കേണ്ടി വരുമോ അതിൽ ഒതുക്കണം എന്നുള്ളൊരു തടസ്സവാദമായിട്ട് ഉന്നയിക്കാം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബൈ വേ ഓഫ് എ ഡിഫെൻസ് ടു എ ക്ലെയിം. മൂന്ന് തരത്തിലാവാന്ന് പറഞ്ഞാൽ ആദ്യത്തെ തരത്തിലുള്ളതാണ്. രണ്ടാമത്തെ എങ്ങനെയാണ്? എ ലിമിറ്റേഷൻ ക്ലെയിം മേ ബി ബ്രോട്ട് ബൈ counter claim with the permission of the Admiralty Court. Counter claim ആയിട്ട്, കൗണ്ടർ ക്ലെയിം എന്ന് പറഞ്ഞാൽ അന്യായക്കാരൻ ഇത്ര രൂപ അല്ലെങ്കിൽ ഇന്ന ലയബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അന്യായക്കാരനിൽ നിന്ന് എനിക്ക് എത്ര കിട്ടാൻ അർഹതയുണ്ട്, അത് തട്ടിക്കിഴിച്ചിട്ട് വേണം എന്റെ ലയബിലിറ്റി ഫിക്സ് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു ക്ലെയിമാണ് ദി ക്രോസ് ക്ലെയിം, കൗണ്ടർ ക്ലെയിം വിച്ച് ഈസ് നെക്സ്റ്റ്. CPC പഠിക്കാൻ നേരത്ത് കൗണ്ടർ ക്ലെയിം എന്താണ് എന്ന് പഠിക്കും. കൗണ്ടർ ക്ലെയിം ഈസ് ആസ് ഗുഡ് ആസ് എ പ്ലേറ്റ്. എനിക്കെതിരെ ഒരാൾ കേസ് ഫയൽ ചെയ്താൽ ഞാൻ അയാൾക്കെതിരെ ഒരു ക്ലെയിം റേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എത്രയോ വരും, അല്ലെ? കൊമേഴ്ഷ്യൽ കോൺട്രാക്ട്സിലൊക്കെ എത്രയോ വരും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അയാൾ എനിക്കാണ് പൈസ തരാനുള്ളത് എന്ന് ഒരു എതിർ തർക്കം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ എതിർ തർക്കം ഉന്നയിക്കുമ്പോൾ ഞാൻ അതിന് കോർട്ട് ഫീ ഒക്കെ കെട്ടി ഞാൻ അയാൾക്കെതിരെ, അപ്പൊ രണ്ട് കേസാക്കി പോകേണ്ട കാര്യമില്ല എന്നർത്ഥം. രണ്ട് സൂട്ടാവണ്ട. മൾട്ടിപ്ലിസിറ്റി ഓഫ് പ്രൊസീഡിങ്സ് ഒഴിവാക്കുന്നതിനേക്കുള്ള ഒരു വഴിയാണ് ഈ കൗണ്ടർ ക്ലെയിം അതേ പ്രൊസീഡിങ്സിൽ റേസ് ചെയ്യുക എന്നുള്ളത്. സോ എ കൗണ്ടർ ക്ലെയിം ആയിട്ട്, അപ്പോൾ ഇറ്റ് ക്യാൻ ബി റേസ്ഡ് ആസ് എ ഡിഫൻസ്, ഇറ്റ് ക്യാൻ ബി റേസ്ഡ് ആസ് എ കൗണ്ടർ ക്ലെയിം വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട്, ആൻഡ് എ ലിമിറ്റേഷൻ ക്ലെയിം is begun by the issue of a claim form in Admiralty. സാധാരണഗതിയിൽ ഒരു ക്ലെയിം ഫോം ഇൻ അഡ്മിറാലിറ്റി റേസ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഓർ ഇറ്റ് ക്യാൻ ബി ബൈ വേ ഓഫ് എ ഫണ്ട് ആൾസോ. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ഉദ്ദേശിക്കുന്നത്. If the defendant invokes the right to limit by way of defense and counterclaim and is found liable, the limit of that liability will apply only to that claim. Therefore, to avoid separate proceedings, if it is envisaged that many claims will be brought, the best method of proceeding would be to institute a limitation action in which limitation fund will be valid against all claimants who claimed against the fund. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ. അതായത് ഒരാളാണ് കേസ് എനിക്കെതിരെ ഫയൽ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഷിപ്പ് ഓണർ ആണെങ്കിൽ എനിക്കെതിരെ ഒരാളാണ് കേസ് ഫയൽ ചെയ്തതെങ്കിൽ എനിക്ക് ഡിഫൻസ് ആയിട്ടും കൗണ്ടർ ക്ലെയിം ആയിട്ടും ഒക്കെ റേസ് ചെയ്യാം. ഒരു കൂട്ടം ആൾക്കാരാണ് എനിക്കെതിരെ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വരാം, അല്ലേ? ഇപ്പൊ ഷിപ്പിൽ നിന്ന് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ കേരള ഹൈക്കോടതി കൺസിഡർ ചെയ്തൊരു കേസുണ്ട്, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്. ഒരു ഷിപ്പിന്റെ മുകളിൽ നിന്ന് കുറെ കണ്ടെയ്നറുകൾ ഒലിച്ചുപോയി, വലിയ തിരമാലകൾ, കാറ്റും കോളും. ഒരു കൂട്ടം കണ്ടെയ്നറുകൾ കടലിൽ പോയി. അപ്പൊ ഒരാളല്ല കേസ് ഫയൽ ചെയ്യാൻ, ഓരോ കണ്ടെയ്നറിന്റെ അകത്തും വളരെയധികം ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പൊ അവരെല്ലാവരും ക്ലെയിം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള മൾട്ടിപ്ലിസിറ്റി ഓഫ് ക്ലെയിംസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻസിഡൻസിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ എതിർ തർക്കമായിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ക്ലെയിം ആയിട്ടോ റേസ് ചെയ്താൽ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എ ലിമിറ്റ് ബൈ സെറ്റിംഗ് അപ്പ് എ ലിമിറ്റേഷൻ ഫണ്ട്. സാറേ സ്ക്രീൻ പോയിട്ടുണ്ടേ. ആണോ? ഓ ഓക്കെ. ഞാനൊന്ന് നോക്കാം.
ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം അല്ലേ? ഇപ്പൊ കാണാം സാറേ. ഓക്കെ. സോ അതുകൊണ്ട് അപ്പൊ മൂന്നെണ്ണം അതൊന്ന് ഓർത്തിരിക്കണം. എങ്ങനെയാണ് ഇപ്പൊ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്, അത് എങ്ങനെ റേസ് ചെയ്യാം, അതിന്റെ സ്വഭാവം എന്ത്, അതിന്റെ പ്രൊസീജിയർ, അത് റേസ് ചെയ്യുന്ന പ്രൊസീജിയറൽ റിക്വയർമെന്റ്സ് എന്ത് എന്ന് ചോദിച്ചാൽ മൂന്നാമത് പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ്. അത് 3 തരത്തിൽ ഈ ലിമിറ്റേഷൻ റൈറ്റ് എക്സസൈസ് ചെയ്യാം എന്നുള്ളത്. അതാണ് ആദ്യത്തേത് ഡിഫൻസായും ഒരു കൗണ്ടർ ക്ലെയിമായും, മൂന്നാമതൊരു ലിമിറ്റേഷൻ ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്ന പ്രക്രിയയായിട്ടും ചെയ്യാം. കൺവെൻഷൻ ബ്രോഡായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി കൺവെൻഷൻ ഓൺ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഓൺ മാരിടൈം ക്ലെയിംസ്. ആ കൺവെൻഷനിൽ ജൂറിസ്ഡിക്ഷനെ പറ്റിയോ അല്ലെങ്കിൽ അത് ഏത് കോടതിയുടെ, അതായത് ഇറ്റ് ഷുഡ് ബി brought in the court in which the liability is determined എന്നോ പറയുന്നില്ല. That's all dependent on the national laws. Once the limitation question has been answered, the Admiralty Court may order the stay of any proceedings relating to any claim arising out of the same occurrence, or order the claimant to establish the fund if he has not done so, or give directions for the advertisement of the decree if it is a general and not a restricted one. Claimants against the fund are invited in the advertisements to submit their claim. വളരെയധികം ഇതിൽ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. അഗെയിൻ റിഗാർഡിങ് എ പ്രൊസീജിയറൽ ആസ്പെക്ട്, എങ്ങനെയാണ് കോടതി ഈ ലിമിറ്റേഷൻ ഫണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വരാവുന്ന ക്ലെയിംസിന്റെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിന്റെ ജൂറിസ്ഡിക്ഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ വക ആസ്പെക്ട്സ് ഒന്നും കൺവെൻഷനിൽ പറയുന്നില്ല. ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഹാസ് ടു ബി ഡിസൈഡഡ് ബൈ ദി നാഷണൽ ലോ. പക്ഷേ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്ന റൈറ്റ് ഉണ്ട് എന്ന് കണ്ട് അതിലൊരു ഡിക്രി പാസ്സാക്കിയ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയാൽ, വിധിയിലേക്ക് വന്നാൽ, ഡിക്രി എന്ന് പറഞ്ഞാൽ വിധി എന്ന്, ഡിക്രിയും ജഡ്ജ്മെന്റും ഉണ്ട് അല്ലെ? നമ്മുടെ സിവിൽ കേസുകളിൽ ഒരു ജഡ്ജ്മെന്റും ഉണ്ടാവും, ഡിക്രിയും ഉണ്ടാവും. ഡിക്രിയാണ് നമ്മൾ നടപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുക. വിധിയും വിധി ന്യായവും എന്ന് നമ്മൾ സാധാരണ പറയും. വിധി എന്ന് പറയുന്നതാണ് ഡിക്രി, വിധി ന്യായം എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ്. ആ പറയുന്ന വിധിക്കുള്ള ന്യായമെന്ത്? അപ്പോൾ നിങ്ങൾ കോടതിയിൽ ഏതെങ്കിലും ഒരു വക്കീൽ ഓഫീസിൽ ചെല്ലുമ്പോൾ വിധി ഡിക്രി എടുത്ത് നോക്കി കഴിഞ്ഞാൽ 2-3 പേജ് ഉണ്ടാവുള്ളത് കൈയെഴുത്ത് പ്രതിയുമായിരിക്കും മിക്കവാറും. എത്രയാണ് സംഖ്യ? വിധിയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുന്നത് ഡിക്രിയുടെ മുകളിലാണ്. ജഡ്ജ്മെന്റ് എന്തുകൊണ്ട് ഈ വിധിയിലേക്ക് എത്തി എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജഡ്ജ്മെന്റിൽ നോക്കണം. അപ്പോൾ ജഡ്ജ്മെന്റും ഡിക്രിയും സിവിൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം, സിവിൽ കേസുകളിലെ ഡിക്രി ഉള്ളൂ, അത് 2 വ്യത്യസ്തമായ കോടതിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന രേഖകളാണ്. അപ്പോൾ അത് ആ പ്രാക്ടിക്കാലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് വൺസ് ഇൻ ദ കേസ് ഓഫ് ലിമിറ്റേഷൻ എ ഡിക്രി ഈസ് ഗ്രാൻറ്റഡ്, ദെൻ പിന്നെ കോടതിക്ക് ഇത് സംബന്ധിച്ച് മറ്റു വല്ല ക്ലെയിമുകളും നിലവിലുണ്ടെങ്കിൽ അത് സ്റ്റേ ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്? ലിമിറ്റേഷൻ അവകാശമുണ്ട് എന്ന് കണ്ടു. അതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതലായി എമൗണ്ടുകളൊന്നും ചോദിക്കാൻ ആർക്കും അവകാശമില്ല. ഇതേ ഇഷ്യൂയെ സംബന്ധിച്ച് മറ്റ് എവിടെയെങ്കിലും സ്റ്റേയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓർഡറുകളോ ഉണ്ടെങ്കിൽ അത് കോടതിക്ക് സ്റ്റേ ചെയ്യാം. എന്നിട്ട് ഈ ക്ലെയിമന്റിനോട്, ആരാണോ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി അവകാശമുണ്ട്, പ്രിവിലേജ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഹി ക്യാൻ എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ഇഫ് ഹി ഹാസ് നോട്ട്. സാധാരണ ഇതിൽ അവർ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ല, ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെയധികം ആൾക്കാർക്ക് ഈ പറയുന്ന ഇൻസിഡന്റിൽ നിന്ന്, കപ്പൽ അപകടത്തിൽ നിന്ന് ക്ലെയിമുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് അഡ്വർടൈസ് ചെയ്യാം. ഇങ്ങനെ ഒരു
ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെല്ലാമാണോ ലയബിലിറ്റി ഉള്ളത് അവർക്ക് ഇതിൽ വന്ന് അവരുടെ അതാത് എൻടൈറ്റിൽമെന്റ്സ് ക്യാൻ ബി എക്സസൈസ്ഡ് എന്ന് പറയാം. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ലിമിറ്റേഷൻ ഫണ്ട് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ക്ലെയിമൻസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ എസ്റ്റാബ്ലിഷ്ഡ് ക്ലെയിംസ് അഗൈൻസ്റ്റ് ദ ഫണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആൻഡ് നോ ലീൻ ഓർ ലീൻ അല്ലെങ്കിൽ ലിയൻ ഓർ അതർ റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഷിപ്പ് ഓർ പ്രോപ്പർട്ടി shall affect the proportions in which under Article 12 the fund is distributed among the several claimants. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലീൻ, മാരിടൈം ലീൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന കപ്പലിന്റെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന മറ്റ് അവകാശങ്ങൾ ഒന്നും തന്നെ ഈ ലിമിറ്റേഷൻ ഫണ്ടിൽ പ്രകാരം കിട്ടാനുള്ള എമൗണ്ട് എത്രയാണ് ആ പ്രൊപ്പോർഷൻ എന്നുള്ളത് തീരുമാനമായാൽ അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അതിൽ വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമുക്കിനി ഇന്ത്യൻ നിയമം എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇത്രയും നമ്മൾ കണ്ടത് ഇന്റർനാഷണൽ കൺവെൻഷനാണ്. ഇന്ത്യയിൽ ഈ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റിയെ പറ്റി ഏത് നിയമത്തിൽ നോക്കിയാൽ കാണും എന്ന് ചോദിച്ചാൽ, ഐ തിങ്ക് യു ഷുഡ് ഓൾസോ മെൻഷൻ ദാറ്റ് whenever if there is a question on limitation of liability for your exam, ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്താണ്, അതിന്റെ ഇന്റർനാഷണൽ കൺവെൻഷൻ, അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ്, അതൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ത്യൻ പൊസിഷനും പറയണം. അതൊരു സബ് ഹെഡിങ് ആയിട്ട് ഇന്ത്യൻ ലോ ഓൺ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്താണെന്ന് പറഞ്ഞ് തുടങ്ങേണ്ടത് പാർട്ട് 10A ആണ്. ഞാൻ നേരത്തെ 14A 10A ഓഫ് ദി മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 ഡീൽസ് വിത്ത് ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി. ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റിക്കുള്ള ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഒരു രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മളത് കണ്ടിരുന്നു. ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ കൺസെപ്റ്റ് ആയിട്ട് അതിനെ കാണാൻ വയ്യ. അത് പല പല ഷിപ്പിങ്ങിന്റെ ലയബിലിറ്റീസിന്റെയും ക്ലെയിംസിന്റെയും പല പല ക്ലെയിംസിലും ഇത് വരും അല്ലെ. നമ്മളത് കണ്ടിരുന്നു. ഇപ്പോ ഷിപ്പുകൾ രണ്ടും തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഷിപ്പ് ഓണർ ഈസ് എൻടൈറ്റിൽഡ് ടു ലിമിറ്റ് ദ ലയബിലിറ്റി. ഷിപ്പിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഷിപ്പിൻ്റെതായ ന്യൂനതകൾ കൊണ്ട് ഒരു അപകടം വന്ന് ജീവൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അയാൾക്ക് ശാരീരികമായ അംഗഭംഗം ഉണ്ടായി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവിടെ ലിമിറ്റ് ചെയ്യാം. ഷിപ്പിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു ചരക്ക് കേടുപാടുകൾ സംഭവിച്ചു, നാശനഷ്ടം ഉണ്ടായി, ആർക്ക്, ചരക്കിന്റെ ഉടമസ്ഥന് നാശനഷ്ടം ഉണ്ടായി, അവിടെയും ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എക്സൈസ്. ഇതെല്ലാം ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. ഇതിനൊക്കെ തന്നെ സാധാരണഗതിയിൽ ഇപ്പൊ ആദ്യം പറഞ്ഞതിന് ഒരു കോൺട്രാക്ട് ഒന്നും കാണില്ല. ഇറ്റ്സ് എ ടോർഷ്യസ് ലയബിലിറ്റി അല്ലെ. ഒരു തരത്തിൽ പറഞ്ഞാൽ എ ലയബിലിറ്റി അറൈസിംഗ് ഔട്ട് ഓഫ് എ കൊളിഷൻ ഈസ് എ ടോർഷ്യസ് ലയബിലിറ്റി. In such a tortious liability where there is a civil wrong for remedying or indemnifying which an amount has to be paid by the ship owner, he is entitled to limit his liability based on the tonnage of the vessel. അപ്പോൾ ലിമിറ്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും അത് പ്രവർത്തിക്കുന്ന വിധവും അതിന്റെ ലിമിറ്റ്സും ഒരു പ്രത്യേക തരത്തിലായിരിക്കും അല്ലെ കൊളിഷന്റെ കാര്യത്തിൽ. ഇനിയിപ്പോ ഷിപ്പിൽ പോകുന്ന ഒരാൾക്ക്, ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കേസ് കണ്ടില്ലേ, ഇത് ഹിമലയ ക്ലോസ് വന്ന കേസ്. ഷിപ്പിൽ കയറുന്ന സമയത്ത് ഒരു പ്രായമായ സ്ത്രീ താഴെ വീണ്, കോണി തകർന്നു, ആ സ്ത്രീ താഴെ വീണ് അപകടം പറ്റി. ആഡ്ലർ വേഴ്സസ് ഡിക്സൺ എന്ന് പറയുന്ന കേസ്. ആ സ്ത്രീക്ക് കൊടുക്കേണ്ടുന്ന എമൗണ്ട്, maybe there is a limit which has been fixed. The ship owner is entitled to limit the liability, but still he may have to pay to the extent of his limited liability. അത് എത്രയാണ് എന്നുള്ളത്, it would not be similar to the kind of tortious liability that arises in the case of a collision. It might be based on the liability that is to be paid to a passenger.
ഇനിയിപ്പോൾ പാസഞ്ചറുടെ കാർഗോ ലഗേജ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. The amount of compensation or the limit to which he may have to pay is separate. Now think of a situation where it is the cargo that has been lost. The limitation of liability will be based on the conventions relating to carriage of cargo. ഇപ്പോൾ ഹേഗ് റൂൾസ്, ഹേഗ് വിസ്ബി റൂൾസ്, ഹാംബർഗ് റൂൾസ് എന്നൊക്കെ പറയുന്ന ചരക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ലയബിലിറ്റി, ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റിയെ പറ്റിയിട്ടുള്ളതായിരിക്കും. അപ്പോ general principles of limitation of liability alone can be laid down, and in addition to what we are reading here under part 10a, or at least in part 10a, it makes provisions for dealing with limitation of liability based on the kind of liability that is arising. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഏതായാലും മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിൽ പാർട്ട് 10a ഇതിനെപ്പറ്റി പറയുന്നത്. And it is a comprehensive part 10a. ഒരു അഡീഷണൽ ആയിട്ട് പിന്നീട് അമെൻഡ് ചെയ്ത് ചേർത്തതാണ്. കാരണം നമ്മുടെ 76 കൺവെൻഷൻ വന്ന് അത് ഇന്ത്യൻ നിയമത്തിന്റെ ഭാഗമാകും. അത് അങ്ങനെ കൂടി അതിലും പ്രസക്തിയുണ്ട്. കാരണം how does an international convention become part of the national legal system or national law എന്നുള്ളതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. പലതരത്തിലാവാം അല്ലെ. നമുക്ക് ആ കൺവെൻഷൻ അങ്ങനെ തന്നെ ഇന്ത്യൻ നിയമത്തിലേക്ക് അങ്ങോട്ട് പകർത്തി വെക്കാം. ഇപ്പൊ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിലുണ്ട്, ഇന്ത്യൻ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട്. അതിലെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഷെഡ്യൂളിലേക്ക് നമ്മുടെ ഹേഗ് റൂൾസ് അങ്ങനെ തന്നെ അങ്ങോട്ട് പകർത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്ത്യയിലെ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ നിയമം ഈ ഷെഡ്യൂളിൽ പറയുന്ന പ്രകാരമായിരിക്കും. എന്ന് വെച്ചാൽ ഹേഗ് റൂൾസ് തന്നെ അത് ഇന്ത്യൻ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ടിന്റെ ഷെഡ്യൂളിൽ വരുന്നു. ഇവിടെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ കൺവെൻഷൻ അങ്ങനെ തന്നെ എടുത്തിട്ട് പാർട്ട് 10a എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തി. സോ in certain areas they have fine-tuned it so as to exercise the rights which the state parties are entitled to exercise as per the convention. So they have made minor changes to suit our local requirements, like for example with respect to the exercise of jurisdiction by the High Court in matters of limitation of liability. അപ്പോൾ തുടങ്ങുന്നത് കുറച്ച് ഡെഫിനേഷനുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. പാർട്ട് 10a ഓഫ് ദി മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിൽ ഡെഫിനേഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ ഡെഫിനേഷൻ, I am only picking out the relevant ones. There are lots of definitions and explanations. I am just picking out 2 or 3 definitions which are relevant for our discussion. നിങ്ങൾ ആ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 എടുത്തിട്ട് അതിന്റെ പാർട്ട് 10a, മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട്, ഇതില് പാർട്ട് 10a ഒന്ന് എടുത്ത് നോക്കിയാൽ you will get the provisions regarding limitation. സെക്ഷൻ 352 നിന്ന് തുടങ്ങുന്നത് 352a, b, c, d, e, f, പിന്നെ 352fa. ഇത്രയാണ് 352 ആണ് സെക്ഷൻ. ഓർത്തിരിക്കാനും സൗകര്യമുണ്ട്. അത് എല്ലാ പ്രൊവിഷൻസും 352 കേട്ടോ. സെക്ഷൻ 352 പാർട്ട് 10a എന്ന് പറഞ്ഞത് മുഴുവൻ 352 എന്ന് പറയുന്ന സെക്ഷനാണ്. അത് a to f ഉണ്ട്. അതില് അവര് ചുരുക്കി ഈ പറയുന്ന നമ്മുടെ കൺവെൻഷൻ 1976 കൺവെൻഷൻ ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. അപ്പൊ എന്താ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ബൈ സേയിങ് ദാറ്റ് 76 കൺവെൻഷൻ ആണ് ആസ് അമെൻഡഡ് ഫ്രം ടൈം ടു ടൈം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടല്ലോ, ആ പ്രോട്ടോകോൾ ഒക്കെ ഇന്ത്യൻ നിയമത്തിന്റെ ഭാഗമായി ഓട്ടോമാറ്റിക്കലി മാറും. കൺവെൻഷനിൽ സമയാസമയം വരുന്ന അമെൻമെന്റുകൾ ഇന്ത്യൻ നിയമത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ the updating of the convention will update the Indian law also on the point. പിന്നെ അതിൽ ഫണ്ട്, ഞാൻ ചില വാക്കുകൾ എടുക്കുന്നുള്ളൂ. ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ട്
നമ്മുടെ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ലിമിറ്റേഷൻ ഫണ്ട് എന്ന് പറയുന്നതിൽ ഇൻ റിലേഷൻ ടു ദ വെസൽ മീൻസ് എ ലിമിറ്റേഷൻ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ 352C ഓഫ് ദി ആക്ട്. 352Cയിലാണ് ലിമിറ്റേഷൻ ഫണ്ടിനെ പറ്റി പറയുന്നത്. ലയബിലിറ്റി പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എന്തിനാണ് ഇപ്പൊ ഈ ലിമിറ്റേഷൻ? സോ ആസ് ടു മീറ്റ് ദി ലയബിലിറ്റി ഓഫ് ദി ഷിപ്പ് ഓണർ. എന്താണ് ഈ ലയബിലിറ്റി? ഷിപ്പ് ഓണർ ലയബിലിറ്റി മാത്രമാണോ, അതോ ഷിപ്പിന് ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ഉള്ളപ്പോൾ ആ ഷിപ്പിന്റെ ലയബിലിറ്റി പെടുമോ? ഈ വക കാര്യങ്ങൾ കാരണം അങ്ങനെയുണ്ട് അല്ലേ. ഷിപ്പ് ക്യാൻ ബി സ്യൂഡ് ആൻഡ് ഷീ ഹെർസെൽഫ് ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. ഷിപ്പിന് ഒരു ഇൻഡിപെൻഡന്റ് ലീഗൽ പേഴ്സണാലിറ്റി സെപ്പറേറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഇറ്റ്സ് ഓണർ ഉണ്ട്. Something similar to that of an incorporated company. A ship can sue and can be sued upon. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക പേഴ്സണാലിറ്റി, ലീഗൽ പേഴ്സണാലിറ്റി ഉള്ള സ്ഥിതിക്ക് ഓണറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഷിപ്പിന്റെ ലയബിലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി കാണണം. അതുകൊണ്ട് ഷിപ്പിന്റെ ലയബിലിറ്റി വേറെ, ഓണറുടെ ലയബിലിറ്റി വേറെ എന്നുള്ള നിലയ്ക്ക് ഒരു വാദം വരാതിരിക്കുന്നതിനാണ് ലയബിലിറ്റി when it comes to the question of limitation എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ as far as the owner is concerned, it includes the liability of the vessel also എന്നുള്ള definition. Who is a ship owner? നമ്മൾ ആദ്യം തുടക്കം കൺവെൻഷനിൽ കണ്ടൊരു ആസ്പെക്റ്റ് ആണ് അല്ലേ. ഷിപ്പ് ഓണർ എന്ന് പറഞ്ഞാൽ ഷിപ്പിന്റെ ഉടമസ്ഥ മാത്രമാണോ? ഷിപ്പിന്റെ ഉടമസ്ഥൻ മാത്രമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റെസ്ട്രിക്റ്റീവ് എലമെന്റ്സ്. കാരണം പ്രാക്ടിക്കൽ ഷിപ്പിങ്ങിൽ നമ്മളന്ന് പറഞ്ഞു ഷിപ്പിന്റെ ഉടമസ്ഥൻ ആയിരിക്കണമെന്നില്ല ഷിപ്പിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിന്റെ കൊമേഴ്ഷ്യൽ ഫങ്ഷനിങ് ഓഫ് ദ ഷിപ്പ് മേ ബി കൺട്രോൾഡ് ബൈ പേഴ്സൺസ് ഓർ എൻറ്റിറ്റീസ് അതർ ദാൻ ഇറ്റ്സ് ഓണർ whose name find mention in the ship's documents. Charter ആവാം, മാനേജർ ആവാം, ഓപ്പറേറ്റർ ആവാം. So here also in India also the provision says, part 10A says, ship owner means the owner, charterer, manager and operator of a sea going ship. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്താണെന്നുള്ളത്, കാരണം കൺവെൻഷനെ പറ്റി പറയാൻ നേരത്ത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്താണെന്നുള്ളതും പറയുന്നുണ്ട്. IMFന്റെ SDR. ഇനിയാണ് നമ്മൾ സെക്ഷൻ 352 ഇന്ത്യൻ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടില് ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഏതെല്ലാം കാര്യങ്ങളിലാണ് അവൈലബിൾ ആവുക എന്നുള്ളത് പറയണം. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം, കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി കൺവെൻഷൻ. നമ്മൾ കണ്ട പ്രൊവിഷൻസ് ഒക്കെ തന്നെയാണ്, വിത്ത് സം സ്ലൈറ്റ് ചേഞ്ചസ് ടു മീറ്റ് അവർ ലോക്കൽ റിക്വയർമെന്റ്സ്. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ നമുക്ക് വലിയൊരു എക്സ്പ്ലനേഷൻ ഉള്ള കാര്യമില്ല, ബിക്കോസ് യു ഹാവ് ഓൾറെഡി സീൻ ഇറ്റ്. Ship owner, salver, any other person for whose act, neglect or default the ship owner or salver, as the case may be, is responsible as an insurer of liability for claims to the same extent as the assured himself. May limit his liability as provided under section 352B. ആർക്കെല്ലാമാണത്? ഷിപ്പ് ഓണർക്കാവാം, സാൽവർക്കാവാം, and also an insurer of liability for claims to the same extent as the assured himself. കാരണം അതാണ് നമ്മൾ ഈ സബ്രഗേഷൻ എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് അഷ്വേർഡിന്റെ റൈറ്റ്സിന്റെ എക്സ്റ്റെന്റ് എത്രയുണ്ടോ അത്രയും തന്നെ ഈ പറഞ്ഞ പോലെ ഇൻഷുറർക്കും ഹി ക്യാൻ ലിമിറ്റ് ഹിസ് ലയബിലിറ്റി. ഏതെല്ലാം കാര്യങ്ങളിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. ക്ലെയിംസ് ഫോർ ലോസ് ഓഫ് ലൈഫ് ഓർ ഓഫ് പേഴ്സണൽ ഇഞ്ചുറി ഓർ ലോസ് ഓഫ് ഓർ ഡാമേജ് ടു പ്രോപ്പർട്ടി, including damage to harbor works, basins and waterways and aids to navigation, occurring on board or in direct connection with the operation of the ship or with salvage operations and consequential loss. അപ്പോൾ സാധാരണഗതിയിൽ ആദ്യത്തെ കൺസെപ്റ്റ് ഇത് നമ്മൾ അതിൽ കണ്ടതാണ്, ലോസ് ഓഫ് ലൈഫ് ഓർ പേഴ്സണൽ ലോസ് ഓർ ഇഞ്ചുറി, അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഡാമേജ് ടു പ്രോപ്പർട്ടി. എന്ത് ആസ്പെക്റ്റില്?
ഓപ്പറേഷൻ ഓഫ് ദ ഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ സാൽവേജ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. സാൽവേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സാൽവേജ് നമ്മൾ കണ്ട കൺസെപ്റ്റാണ്. സാൽവേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസിഡന്റുകളുടെ ഭാഗമായി വരുന്ന ലയബിലിറ്റിയെയും ലിമിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ദ കോൺസിക്വൻഷ്യൽ ലോസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കൺവെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കോൺസിക്വൻഷ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി, ക്ലെയിംസ് അറൈസിംഗ് ഔട്ട് ഓഫ് ലോസ് റിസൾട്ടിംഗ് ഫ്രം ഡിലേ. ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ നോക്കിയ വെർബാറ്റിം റീപ്രൊഡക്ഷൻ ഓഫ് ദ കൺവെൻഷൻ ആണ്. ഇൻ ദ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ഓഫ് കാർഗോ ആൻഡ് പാസഞ്ചേഴ്സ് ഓർ ദെയർ ലഗേജ്. Claims arising out of other laws resulting from infringement of rights other than contractual rights occurring in, അതാണ് നമ്മൾ പറഞ്ഞ ടോർഷ്യസ് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. വല്ല പൊല്യൂഷനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ച്വൽ ആവണമെന്നില്ല. ഇറ്റ് കുഡ് ബി ഓഫ് എനി അതർ നേച്ചർ. Claims of a person other than the person liable in respect of measures taken in order to avert or minimize the loss for which the person able to limit his liability in accordance with the provisions of the convention or the rules made in this behalf prescribed as the case may be, and such other loss caused by such measures. സാധാരണഗതിയിൽ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Any other person for which the person liable may limit his liability. അതായത് ലിമിറ്റ് ചെയ്യാൻ ആർക്കാണോ അവകാശമുള്ളത് അയാൾ ലയബിൾ ആക്കാവുന്ന മറ്റ് ഒരു പേഴ്സന്റെ നടപടികൾക്കുണ്ട്. Claims for the loss of life or personal injury to passengers of a ship brought by or on behalf of any person. പാസഞ്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് we need not explain it further. ലൈവ് ആനിമൽസ് ഒക്കെ നമ്മൾ എക്സെംഷൻസും നമ്മൾ ഇതിൽ കണ്ടതാണ്. ഏതെല്ലാം കാര്യങ്ങളിലാണ് ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റിയുടെ എക്സെംഷൻ ഉണ്ടാവുന്നത്. ഇതിലൊന്നും നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. നമ്മൾ കണ്ടതാണ് കൺവെൻഷനിൽ. ക്ലെയിംസ് ഫോർ സാൽവേജ് ഓർ കോൺട്രിബ്യൂഷൻ ഇൻ ജനറൽ ആവറേജ്. സാൽവേജ് കോൺട്രിബ്യൂഷനെതിരെ എനിക്കിത് ലിമിറ്റ് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയരുത്, കാരണം അത് മോശമാണ്. അല്ലെ, സാൽവേജ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് എ വോളണ്ടറി assistance rendered by a person, notwithstanding the fact that there is no request from the ship owner. Such a person has to be encouraged. അപ്പോൾ അയാൾ സഹായമൊക്കെ ചെയ്ത് എനിക്ക് സാൽവേജ് തരാൻ അർഹതയുണ്ട്, എൻ്റെ സാൽവേജ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സാൽവേജ് റിവാർഡ് തരൂ എന്ന് സാൽവർ ക്ലെയിം ചെയ്യുമ്പോൾ എനിക്ക് ഐ ആം ലിമിറ്റിംഗ് ഇറ്റ്, ഐ ഹാവ് ദ റൈറ്റ് ടു ലിമിറ്റ് എന്ന് പറയാൻ നിയമവശാൽ സാധിക്കില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എൻ എക്സെംപ്റ്റഡ് aspect or exempted claim against which you cannot raise the defense of limitation of liability. അതേപോലെ തന്നെയാണ് ജനറൽ ആവറേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പൊല്യൂഷൻ ഡാമേജിനും പറ്റില്ല എന്ന് നമ്മൾ കണ്ടു. Claims by servants of the ship owner or salvor whose duties are connected with the ship or their salvage operations, including claims of their heirs, dependents or other persons entitled to make such claims. If under the law governing the contract of service between the ship owner or the salvor and such servants of the ship owner or salvor, he is not entitled to limit his liability in respect of such claims. അപ്പോൾ സെർവൻസിന്റെ ഷിപ്പ് ഓണറുടെ സെർവൻസ് അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിന്റെ ക്ലെയിംസ് എപ്പോ ലോക്കൽ നിയമപ്രകാരം അത് ലിമിറ്റ് ചെയ്യാൻ അർഹതയില്ല എങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇതൊക്കെ അപ്പൊ അങ്ങനെ തന്നെ നമ്മളിവിടെ പകർത്തി വെക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടേതായിട്ടുള്ള കൺവെൻഷനിലേക്ക് കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ലാതെ വി ആർ ജസ്റ്റ് റീപ്രൊഡ്യൂസിങ് ഇറ്റ് വെർബാറ്റിം rather than providing for a local law which would entitle the dependents to contend that ഇവ കാര്യങ്ങളിൽ ഇന്ത്യൻ ലോ പ്രകാരം the ship owner cannot limit liability എന്ന് പറയുന്ന അതിന് റൂൾസ് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. We will see that. Claims subject to any international convention or any law for the time being in force in India governing or prohibiting limitation of liability for nuclear damage. Claims ഇത് കൺവെൻഷനിൽ നിന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. Now 352C, അതിലും വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. ലിമിറ്റേഷൻ ഫണ്ട് ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ക്ലെയിംസ്, അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനെ പറ്റി പറയുന്നത്. അത്രമാത്രമേ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടതുള്ളൂ. കൂടുതലായിട്ട് വലിയ എക്സ്പ്ലനേഷൻസിലേക്ക് പോകേണ്ടതില്ല. ജസ്റ്റ് റീഡ് ദാറ്റ് പാർട്ട് വിച്ച് സേസ് ഇറ്റ് ഈസ് ദി ഹൈ കോർട്ട് വിച്ച് ഹാസ് ദി പവർ. അപ്പൊ അത്രയും നിങ്ങളൊന്ന് ഓർമ്മ വെച്ചിരിക്കണം. ഇന്ത്യയിൽ ലിമിറ്റേഷൻ ഫണ്ട് കമൻസ് ചെയ്യുന്നതിനും ക്ലെയിംസ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്യുന്നതിനും അധികാരമുള്ള കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതികളിൽ മാത്രമാണ്. Wherein liability is alleged to have incurred by a person referring to subsection 1 of section 352
A. In respect of claims arising out of an occurrence and legal proceedings are instituted in respect of claims subject to limitation, then such person may apply to the High Court. എന്തിനാണ്? For setting up of a limitation fund for the total sum representing the amounts set out in the convention or the rules made in this behalf under this part applicable to the claims for which that person may be liable, together with interest thereon from the date of occurrence giving rise to the liability until the date of constitution of the fund. ഈ ഇൻട്രസ്റ്റിന്റെ ആസ്പെക്ട് എടുത്ത് അവർ പറയാൻ കാരണം പലപ്പോഴും അതിന്റെ മുകളിൽ തർക്കം വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നാണോ ആ ഇൻസിഡന്റ് ഉണ്ടായത്, അതായത് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസിഡന്റ് ഉണ്ടായത്, അന്ന് മുതൽ ഈ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അന്ന് വരെയുള്ള പലിശ കൂടി ഈ ഫണ്ടിൽ ക്രിയേറ്റ് ചെയ്യണം. പലിശയ്ക്കും പ്രൊവിഷൻ ഉണ്ടെന്ന് അർത്ഥം. ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. എന്നിട്ട് ഇനി ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അപ്പോൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഹൈക്കോടതിയിലാണ് എന്നാണ് ഇന്ത്യൻ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 352 എന്ന് പറയുന്ന സെക്ഷനിൽ പറയണത്. ഇതിന് ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് 1. ക്യാൻ ഡിറ്റർമിൻ ദി എമൗണ്ട് ഓഫ് ദി ഓണേഴ്സ് ലയബിലിറ്റി. ഡിറ്റർമിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് പ്രൊപ്പോർഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കൺവെൻഷനിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടാൻ അർഹതയുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് പ്രൊപ്പോർഷൻ? May determine the amount of owner's liability and require him to deposit such amount with the High Court. ഇത്രയാണ് ലയബിലിറ്റി എന്ന് കണ്ട് അത് ഡിറ്റർമിൻ ചെയ്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയാം. ഇതും കൺവെൻഷനിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് എ ലിമിറ്റേഷൻ ഫണ്ട് ഫോർ ദി പർപ്പസസ് ഓഫ് ദ ക്ലെയിംസ് റെഫേർഡ് ടു, and that fund shall be utilized only for the payment of such funds. നമ്മുടെ സെക്ഷനിൽ, നമ്മുടെ നിയമത്തിലും പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നാണ് വാക്ക്. കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫണ്ട്. വൺസ് ഇറ്റ് ഈസ് ഡൺ, മറ്റ് പ്രോപ്പർട്ടിക്കെതിരെയൊന്നും പ്രൊസീഡ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇനി ഹൈക്കോടതി ഇത് എങ്ങനെ ചെയ്യും, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഇത് നമുക്ക് കൺവെൻഷനിൽ കാണുന്ന ഒരു കാര്യമല്ല. വാട്ട് ഇസ് ദ പവർ ഓഫ് ദി ഹൈക്കോർട്ട്? കാരണം കൺവെൻഷനിൽ പറഞ്ഞിരുന്നത് അതാത് രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. The High Court may distribute the amount constituting the fund rateably among the several claimants and may stay any proceedings pending in any other court in relation to the same matter and proceed in such manner and subject to such rules of the High Court as to making persons interested parties to the proceedings and as to the exclusion of any claims which do not come in within a certain time, and as to requiring security from the owner and as to the payment of any costs that the High Court thinks fit. ഇത് നമുക്ക് കൺവെൻഷനിൽ കാണുന്ന ഒരു കാര്യമല്ല. ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈക്കോടതി അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിന് ഹൈക്കോടതിയെ എംപവർ ചെയ്യുന്ന പ്രൊവിഷനുമാണ്. വളരെ ചുരുക്കം മാത്രമേ ഇന്ത്യയിൽ ഹൈക്കോടതികളിൽ ഇത് വരും. ബോംബെ ഹൈക്കോർട്ടിൽ ഇതിന്റെ ലിമിറ്റേഷൻ ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റി ഒരു കേസ്, അതിൽ സുപ്രീം കോടതിയുടെ ഒരു ഡിസിഷൻ ഉണ്ട്. I will take you through that decision. വേൾഡ് ടാങ്കർ കോർപ്പറേഷൻ വേഴ്സസ് SNP ഷിപ്പിംഗ് എന്നാണ് ആ കേസിന്റെ പേര്. വേൾഡ് ടാങ്കർ കോർപ്പറേഷൻ വേഴ്സസ് SNP ഷിപ്പിംഗ്. കാറമാറ എന്ന് പറയുന്ന ഒരു വെസലിനെ സംബന്ധിക്കുന്ന കേസാണ്. കാറമാറ, if I remember right, it is a Japanese vessel. ഏതായാലും കേസിന്റെ പേര് വേൾഡ് ടാങ്കർ കോർപ്പറേഷൻ വേഴ്സസ് SNP ഷിപ്പിംഗ് എന്നാണ്. We will have a brief look into that. That is one case which you can write, which has arisen, which has been decided by the Indian courts. ബോംബെ ഹൈക്കോർട്ടിൽ നിന്നാണ് അതിനെപ്പറ്റി വിശദീകരിച്ച് ഒരു പ്രൊവിഷൻ വന്നിട്ടുള്ളത്, ഡെസിഷൻ വന്നിട്ടുള്ളത്. സുപ്രീം കോർട്ട് has considered the same case in appeal, but I don't think that there is a very recent decision or a detailed judgment from the Supreme Court on that
point. I don't remember. I shall share it with you, the citation also. So, this is regarding subrogation. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ലൈഡ്, this is regarding the subrogation. Subrogation right conventional പറയുന്നുണ്ട്. അത് the High Court shall place him in the same position and to the same extent in relation to the fund as the claimant. ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രവൃത്തിയാണ് subrogation നമ്മൾ ഉദ്ദേശിച്ചത്. Stepping into the shoe എന്ന് പറഞ്ഞത്. അപ്പോൾ ആരാണോ ഈ പറയുന്ന ലയബിലിറ്റി മീറ്റ് ചെയ്തിട്ടുള്ളത് അയാളെ സബ്രോഗി എന്നുള്ള നിലയ്ക്ക് കോടതിക്ക് പരിഗണിച്ച് ഹി സ്റ്റെപ്സ് ഇൻ ടു ദ ഷൂ എന്നുള്ളതാണ്. ഇത് SDR എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയതാണ്, കണ്ടക്ട് ബാറിംഗ് ലിമിറ്റേഷൻ. ബിക്കോസ് റെസ്റ്റ് ഓഫ് ഇറ്റ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. വി വിൽ സ്റ്റോപ്പ് ഫോർ ദ ഡേ. Thank you, sir. Thank you. Okay, Good sir. night. Thank you, Good sir. Thank you, sir. Good night. night.